കഴിഞ്ഞ 6-7 വർഷത്തോളമായിട്ട് CA CMA വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CFR എന്നുള്ള ഒരു 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന മിസ്റ്റർ CA റംഷാദ് സാറാണ്. കറന്റ്ലി 2.8 മില്യൺ കമ്പനീസ് ആണ് നിലവിൽ രജിസ്റ്റേർഡ്. ഒരു പാർട്ട്നേഴ്സ് ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നത് മുതൽ ഒരു CA കാരനോ CMA കാരനോ കൺസൾട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് ഷുവറാണ്. ഇത് കൃത്യമാണോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ കൃത്യമായിട്ടൊന്ന് ഓഡിറ്റ് ചെയ്യണം. ഈ ഓഡിറ്റ് പല രീതിയിലുണ്ട്. 1 ഇയർ കഴിഞ്ഞ് ഇനി അയാൾ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചാലും അവിടെ ഇവരുടെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് വേണം. ICMSന്റെ എക്സ്പേർട്ട് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ 6-7 വർഷത്തോളമായിട്ട് CA CMA വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന CFR എന്നുള്ള ഒരു 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന മിസ്റ്റർ CA റംഷാദ് സാറാണ്. സാറേ, ICMSന്റെ ഈ ഒരു എക്സ്പേർട്ട് ടോക്കിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ്. ഈ ഇൻഡസ്ട്രി, നമ്മുടെ ഒരു കൊമേഴ്സ് മേഖലയെ വല്ലാതെ ഇപ്പോൾ എൻലാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജൂൺ 11 ഞാൻ കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ല മുതൽ കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, പിന്നെ ഇങ്ങോട്ട് തെക്കേറ്റത്തേക്ക് തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ചു പോയി. വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്ന പരസ്യങ്ങളുണ്ടല്ലോ, ഈ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കൊമേഴ്സ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. ഞാൻ അതിലേക്ക് നേരിട്ട് പോകുന്നില്ല. സത്യത്തിൽ ഈ കൊമേഴ്സിന്റെ CA CMA CSA ACCA ഇങ്ങനെയുള്ളതിന്റെ ഈ ഓപ്പർച്യൂണിറ്റി ബൂം എന്താണ് ശരിക്കും അതിലെ കുട്ടികളും ഇവരൊക്കെ അട്രാക്റ്റഡ് ആവുന്നത് എന്താണ് സർ? ഓക്കെ, ഞാനിതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ ഒരു പേഴ്സണൽ കോംപ്ലിമെൻറ്റ് പറയാം. എന്നോട് ഇർഷാദ് സാർ വിളിച്ചപ്പോൾ തന്നെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവിലാണ് ആൻസർ പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പേഴ്സണലി ഐ ഫീൽ മോർ റെസ്പെക്ട് ടു ഇർഷാദ് സാർ ആൻഡ് എൻ്റർ ICMS ടീം. ആൻഡ് കമ്മിങ് ടു ദ ആൻസർ, ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് സിമ്പിളായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അക്കൗണ്ട്സ്, ഫൈനാൻസ്, ടാക്സേഷൻ ആൻഡ് ഓഡിറ്റിങ്ങിലാണ് ഇതിൻ്റെ സാധ്യതകളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിന് കൺവിൻസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സിമ്പിൾ ആൻഡ് എലാബറേറ്റഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ബിസിനസ്മാൻ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഇത് അയാൾ ബിസിനസ് സ്ട്രക്ചറൈസ് ചെയ്യേണ്ടത് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, പാർട്ണർഷിപ്പ് ആണോ, LLP ആണോ, കമ്പനിയാണോ? അതായത് ആ തുടങ്ങുന്ന മൊമെന്റിൽ തന്നെ ഈ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യേണ്ടത്, കൺസൾട്ട് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള നമ്മുടെ ഈ പ്രൊഫഷണൽസാണ്. തുടങ്ങുന്ന മൊമെന്റിൽ തന്നെ ഈ സാധ്യത ആരംഭിക്കുകയാണ്. ഇനി അയാൾ തുടങ്ങാൻ തീരുമാനിച്ചാൽ അതിന് ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് ചെയ്തു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അവർ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 1 month ഒക്കെ റൺ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ, അക്കൗണ്ട്സ് കൃത്യമായിട്ട് സ്ട്രോങ് ആക്കുക. കാരണം എന്നാലേ അവർക്കൊരു നെക്സ്റ്റ് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ കമ്മിങ് ഇയേഴ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോകുമ്പോൾ അക്കൗണ്ട്സ് വേണം. ഇനി മന്ത്ലി ക്ലോസിങ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ട ടാക്സുകൾ ഉണ്ടാവും, GST ഒക്കെ. ഇത് കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. ഇതാണ് അടുത്തൊരു ഏരിയ. ഇനി അത് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മന്തുകൾ കഴിഞ്ഞ് ക്വാർട്ടർലി എത്തിയാൽ, എസ്പെഷ്യലി ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വാർട്ടർലി ഫൈനാൻഷ്യൽസ് പ്രസൻറ്റ് ചെയ്യണം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇയറിൻ്റെ എൻഡിൽ ഈ അക്കൗണ്ട്സ് ഇങ്ങനെ പോകുന്നുണ്ട്, ഫയലിംഗ് ഇതിൽ പോകുന്നുണ്ട്. ഇയറിൻ്റെ എൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽസ് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അത് അക്കൗണ്ട്സ് എല്ലാം ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് ഈ ഫൈനാൻഷ്യൽസ് പ്രസൻറ്റ് ചെയ്താൽ പിന്നെ കൺസേൺഡ് അതോറിറ്റി ആയ ഗവൺമെൻറ്റിലോട്ട് നമുക്കിത് സബ്മിറ്റ് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ ഇത് കൃത്യമാണോ, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ കൃത്യമായിട്ടൊന്ന് ഓഡിറ്റ് ചെയ്യണം. ഈ ഓഡിറ്റ് പല രീതിയിലുണ്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിങ്, അതുപോലെ ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ചെക്കിംഗ് ആണ് ടാക്സ് ഓഡിറ്റ്. ഇത് രണ്ടും ഇന്ത്യയിൽ നിലവിൽ ഓഡിറ്റ് ചെയ്യേണ്ടത് ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോസ്റ്റ് ഓഡിറ്റ്, അതുപോലെ സെക്രട്ടേറിയൽ ഓഡിറ്റ്. ഈ കോസ്റ്റ് ഓഡിറ്റ് CMAs ആണ് ചെയ്യുന്നത്. സെക്രട്ടേറിയൽ ഓഡിറ്റ് കമ്പനി സെക്രട്ടറീസ് ആണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മേൽ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ടാക്സ് ഓഡിറ്റിൻ്റെയും സൈനിങ് അതോറിറ്റി കൺസേൺഡ് ആയിട്ടുള്ള CPAs ACCAs ഒക്കെയാണ് കൺസേൺഡ് സൈനിങ് അതോറിറ്റി ഉള്ളവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് മൊമെൻറ്റിൽ ഇനിയിപ്പോൾ 1 ഇയർ കഴിഞ്ഞ് ഇനി അയാൾ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചാലും അവിടെ ഇവരുടെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് വേണം. പറയുന്നത് സ്റ്റാർട്ട് ടു എൻഡ്
കറക്റ്റ് ഇതുപോലെയുള്ള ഒരു പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ടീവ് ബിസിനസ്സിന്. ഇനി റിഷാദ് സാർ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി 2.8 മില്യൺ കമ്പനീസാണ് നിലവിൽ രജിസ്റ്റേർഡ്. അതിൽ തന്നെ ഇപ്പോൾ 60% ആണ് ഇനാക്റ്റീവ്. അതായത് ഏകദേശം ഒരു 18 ലക്ഷത്തിനപ്പുറത്തേക്ക് കമ്പനികളുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വേണം, ടാക്സ് ഓഡിറ്റ്. ഇതിനപ്പുറത്തേക്ക് വരുന്ന പല ഓഡിറ്റുകളുണ്ട്, ഇന്റേണൽ ഓഡിറ്റ്സ്, കങ്കറന്റ് ഓഡിറ്റ്സ്, ഡ്യൂ ഡെലിജൻസ്, ഇങ്ങനെയുള്ള ഓഡിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സാധ്യതയാണ്. ഇനി നോക്കൂ, ഇപ്പോൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 360 മില്യൺ കമ്പനീസാണ്. ജസ്റ്റ് കമ്പനീസാണ്, ഇതിൽ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു ബിസിനസ് ബൂം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ സ്റ്റാർട്ട് ടു എൻഡ് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇതുപോലെയുള്ള പ്രൊഫഷണൽ. ഇനി ഞാൻ എന്തിനാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്താന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഈ ഓഡിയൻസിന് കൺവിൻസ് ആവുന്ന രീതിയിൽ. ഇനി മാത്രമല്ല, ഇതിപ്പോൾ ബിസിനസ് മാൻ മാത്രമാണോ അല്ല, സാധാരണക്കാരനും ഇവരുടെ ആവശ്യം ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം, ഒരു ലോൺ എടുക്കണം, പുറത്തോട്ട് പോകണം, ഒരു സ്റ്റുഡൻറ്റിന് അബ്രോഡിലോട്ട് പോകണം. ഇവിടെയൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിനെയൊക്കെ സാധ്യതകളാണ്. ഇൻ ഷോർട്ട്, ഇത്രയൊക്കെ എലാബറേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിന് ഇനി കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത്, ഇതിപ്പോൾ ഈ കമ്പനീസിന് ആവശ്യമുള്ള ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഇപ്പോൾ വലിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഒരു ഇൻ ഹൗസ് എംപ്ലോയ്മെന്റ് ടീമായിട്ടായിരിക്കും. അല്ല, ചെറിയ കമ്പനീസ് ആണെങ്കിൽ ഫ്രീലാൻസ്. അതിനെയാണ് നമ്മൾ ഒന്നെങ്കിൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രാക്ടീസിങ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻ ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു വൈഡ് ക്ലാരിറ്റി. റംഷസ് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു. എനിക്കെൻ്റെ മൈൻഡിൽ കൂടെ, ഞാൻ വളരെ സൂക്ഷ്മമായി ഇങ്ങനെ നിരീക്ഷിക്കും, മൈൻഡിൽ കൂടെ വന്നത്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലി ലൈഫിലൊക്കെ ഒരു ഭാര്യയും ഭർത്താവും കുട്ടിയെക്കുറിച്ച് ആലോചിച്ചാൽ അവർ മാത്രം ആലോചിച്ചാൽ മതി. പക്ഷേ ഒരാൾ ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചാൽ, ഒരു പാർട്ട്നേഴ്സ് ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നത് മുതൽ ഒരു CA-കാരനോ CMA-കാരനോ കൺസൾട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ വല്ലതും സംഭവിച്ച് ഇതിനൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ വരെ സപ്പോർട്ട് വേണം എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അതിനെ ശരിയാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മളെ ബിസിനസ്സുകൾക്കൊക്കെ ഒരു ബൂമും ഗ്രോത്തും ഉണർവും ഉണ്ടാവുന്നതിനനുസരിച്ചും കൂടെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ലൈവ് ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സാർ ഓക്കെ, അതന്നെ ആയിരിക്കണം ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴും കൊമേഴ്സാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് കൊമേഴ്സിനെ ചർച്ച ചെയ്യുന്നത്? അതിൻ്റെ ഒരു സ്റ്റാർട്ട് ആൻസർ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഏത് ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിലും ബിസിനസ് എക്കോണമി ഗ്രോ ചെയ്യണമെങ്കിൽ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റീസൺ അതാണ്. ബിസിനസ് ഇങ്ങനെ ഗ്രോ 1990s ശേഷം, ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ബിസിനസ്സും എക്കോണമിയും ഗ്രോ ചെയ്യാണ്. ബട്ട് സ്ട്രൈറ്റ്ലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ വരുന്നൊരു ട്രെൻഡിൻ്റെ കാരണം ഞാൻ ജെന്യുവൻലി പേഴ്സണൽ വ്യൂവിൽ പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ ട്രഡീഷണൽ കരിയേഴ്സിൻ്റെ ഒരു എംപ്ലോയബിലിറ്റി ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷനിലോട്ട് നോക്കുന്ന അവരെ പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ കാരണം, ഇൻ്റർനാഷണൽ കരിയേഴ്സ് ഇന്ത്യയിൽ കൂടുതൽ അട്രാക്റ്റഡ് ആയി എന്നുള്ളതാണ്. എസ്പെഷ്യലി ACCA, CMA, USA. കോവിഡും കൂടെ അതിനൊരു അതെ. കാരണം അത് പിന്നെ അത് മാത്രമല്ല, കുട്ടികളും ആളുകളും ഒക്കെ പുറത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർനാഷണൽ കരിയേഴ്സ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ്, ഇപ്പോൾ 150+ കൺട്രീസിലൊക്കെ റെക്കഗ്നേഷനിലുള്ളതാണ് ഈ ACCA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടായിരിക്കാം ഒരു ബൂം. പക്ഷേ അതിലൊരു ജെന്യുവിൻ കൺസേൺ പറയാനുള്ളത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന പോലെ സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർനാഷണൽ ഇപ്പോൾ ഈ കമ്പനികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കുട്ടി 3 ലെവലിൽ എക്യുപ്ഡ് ആവണം. ഒന്ന് തെററ്റിക്കലി, അതാണ് നമ്മുടെ ഈ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ പഠിക്കുന്ന ടാക്സേഷൻ. രണ്ടാമത്തതാണ് പ്രാക്ടിക്കലി വർക്ക്, ഇപ്പോൾ പഠിച്ച ടാക്സേഷൻ എങ്ങനെ ഫയൽ ചെയ്യാം. മൂന്നാമത്തതാണ് ഇത് കൃത്യമായിട്ട് ക്ലയൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ് സ്കിൽ. ഈ മൂന്നും പാക്ഡ് ആയ കുട്ടിയാണ് കമ്പനിക്ക് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നത് പോലെ ഇപ്പോൾ എസ്പെഷ്യലി ഇൻ്റർനാഷണൽ കരിയേഴ്സിലൊക്കെ കുട്ടികളാണെങ്കിൽ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് ഇവർ ഈ മൂന്നും എക്യുപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ദേ ആർ സേഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 3 സ്കില്ലും എക്യുപ്ഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഷുവർലി ഇപ്പോൾ ഇന്ത്യൻ കോഴ്സ് ആണെങ്കിൽ വിത്തൗട്ട് എനി ഡൗട്ട്, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെങ്കിലും CMA ആണെങ്കിലും അത് പ്രീ ക്വാളിഫിക്കേഷനിൽ തന്നെ ഉറപ്പുവരുത്താൻ അതിൻ്റെ ഇന്റേൺഷിപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ACC ആണെങ്കിൽ പോസ്റ്റ് ക്വാളിഫിക്കേഷനിലാണ്, അഫിലിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 3 ഇയർ ഒക്കെ ആവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ CMA US ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ക്ലിയർ ചെയ്തതിന് ശേഷം ഈ സ്കില്ലും കൂടെ ആവുമ്പോഴാണ് ആ പാക്കേജിലോട്ട് വരുന്നത്. റംഷ സാർ, ഉത്തരത്തിൽ നിന്ന് എനിക്ക് വേറെ റിവീലിംഗ് ഇപ്പോൾ വന്നേ,
അതായത് നമ്മൾ ഈ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അടക്കം പഠിപ്പിക്കുന്നത് ഒരു പുസ്തകം എടുത്തിട്ട് അതിലെ അറിവിനെ എങ്ങനെ കൈമാറി പോരുക ചെയ്യുന്നത്. എഗെയിൻ നിങ്ങൾ ഈ 3 പെർസ്പെക്റ്റീവിൽ പറഞ്ഞു, നമ്മുടെ CA കഴിയുന്ന കുട്ടി പോലും എക്സാം വ്യൂവിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇൻഡസ്ട്രിയിലേക്ക് ഫിറ്റ് ആവണമെങ്കിൽ നമ്മളെ ട്രെയിനിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്ത്യൻ കോഴ്സുകൾക്ക് ഇൻബിറ്റ്വീൻ വരുന്നത് കൊണ്ടാണ് ഇതിന്റെ പ്ലേസ്മെന്റ് റൈറ്റ്. അപ്പൊ അതും ഇതിനൊരു കാരണമാണല്ലേ ഈ ഒരു കുട്ടികളുടെ ഒരു അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ട്രഡീഷണൽ കരിയേഴ്സിന് ഇല്ലാത്തതും ഇതിനുള്ളതും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിലോട്ട് വരികയാണ്. മാത്രമല്ല പിന്നെ ഇപ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 5 ഇയേഴ്സിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സർവീസ് കൊടുക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇത് അഡ്വർടൈസ്, അതിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് ഏറ്റവും വെല്ലായിട്ടേ മാർക്കറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് കേൾക്കുന്ന ഓഡിയൻസ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ദർ ഇസ് എ ചാൻസ് സംടൈംസ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിൽ ആവുമോ എന്ന് ചോദിച്ചാൽ സെറ്റിൽ ആവുന്നുണ്ട്. പക്ഷേ 100% സെറ്റിൽ ആവണമെങ്കിൽ ഈ കാൻഡിഡേറ്റിന് ഈ ആവശ്യമുള്ള കപ്പാസിറ്റി ഉണ്ടോന്ന് അത് ഓഡിയൻസ് നോക്കണം. ഇപ്പൊ സന്തൂർ സോപ്പ് പരസ്യം കാണുമ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും 21-ാം വയസ്സിൽ ചിലരൊക്കെ ലൈഫ് സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ അഡ്വർടൈസ്മെന്റ് ചിലർക്കൊക്കെ ശരിയാണ്, പക്ഷെ എല്ലാവരും പാസ്സാവുന്നില്ല. അപ്പൊ ഇത് ഓഡിയൻസ് എന്താ ശ്രദ്ധിക്കണം ചോദിച്ചാൽ am I able? രണ്ടാമത്തത് എനിക്കിത് ഇഷ്ടമുണ്ടോ? റെഡി. പിന്നെ ഞാൻ ഈ പറഞ്ഞ സ്കിൽ അതിൽ ബൂസ്റ്റായി വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതുറപ്പ് വരുത്തണം എന്നുള്ളത് ജെനുവൻലി പേഴ്സണലി പറയാനുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് ഈസ് പോസിറ്റീവ്. ഇനി നമുക്ക് സാറും തന്നെ ഈ ഒരു കരിയറിലേക്ക് വന്ന ജേണിയെ ഇതൊന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ. സോ എന്ന് മുതൽ അല്ലെങ്കിൽ ഏത് സമയം മുതൽ ശരിക്കും ഈ ഒരു ഫീൽഡിനെ തിരഞ്ഞെടുത്തു? എന്താണ് അതിൻ്റെ? ആക്ച്വലി നമ്മൾ +2 ഒക്കെ ആയ സമയത്ത് തന്നെ നമ്മൾ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ അന്നൊന്നും നമ്മുടെ മൈൻഡിൽ ഇത്രയും എഫേർട്ട് എടുക്കാനുള്ള ഒരു വില്ലിങ്നെസ് ഇല്ലായിരുന്നു. അങ്ങനെ റെഗുലർ ഗ്രാജുവേഷൻ ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഇയറിൽ, ഇപ്പോൾ പൊതുവേ കുട്ടികൾ ഒന്നുകിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണ്. ഞാൻ ഇതിന് ഇടക്ക് നിൽക്കുന്ന ആളാണ്. അതായത് റെഗുലർ ഗ്രാജുവേഷൻ്റെ സെക്കൻഡ് ഇയർ അവസാനിക്കും എന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഒരു ദിവസം 3rd ഇയറിൻ്റെ ക്ലാസ്സിലോട്ട് മാറ്റാണ്. ജസ്റ്റ് എന്തോ പ്രോഗ്രാം ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മുടെ ക്ലാസ് അങ്ങനെ നമ്മുടെ ഇടയിലെ 2 സ്റ്റുഡൻസ് കൂട്ടുകാരും ഇത് ചർച്ച ചെയ്യണം, ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ ദിസ് 3rd ഇയർ. അങ്ങനെയാകുമ്പോഴാണ് CA നല്ലൊരു ഓപ്ഷനാണ് എന്ന് നമ്മളും കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നമ്മുടെ അന്നത്തെ ഒരു ഡ്രീം എന്ന് പറഞ്ഞത് ഒരു കോളേജ് ലെക്ചർ ആവണമെന്നുള്ളതാണ്. അന്നത്തെ പെർസ്പെക്റ്റീവിൽ ഞാൻ അതിനെ സ്വാഭാവികമായിട്ടും വലിയൊരു ഡ്രീം എന്നുള്ള രീതിയിൽ. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ MCOM-നൊക്കെ പോവാം, എന്നാലും ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ CA-നെ എടുക്കാമെന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ ഈ വെക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, സെൽഫ് സ്റ്റഡി. പക്ഷെ ആ ഗ്രാജുവേഷൻ്റെ ടൈമിലില്ല, നമ്മുടെ നോളജ് കൊണ്ടാവാം ഫോർച്ചുനേറ്റ്ലി ഞാൻ ക്വാളിഫൈ ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അപ്പോൾ ബട്ട് സ്റ്റിൽ ഞാൻ CA കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ എസ്പെഷ്യലി 3rd ഇയർ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്, നമ്മൾ കോളേജൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നത്. ദെൻ 3rd ഇയർ കഴിഞ്ഞ് ആൻഡ് ദെൻ ഞാൻ എൻ്റെ പഴയ ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ്, പോണ്ടിച്ചേരി ഇവിടെയൊക്കെ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ അതെ MCOM കഴിയണം. ദെൻ എനിക്ക് അലിഗഡും പോണ്ടിച്ചേരിയും അഡ്മിഷൻ കിട്ടി. ഞാൻ അങ്ങനെ എൻ്റെ മറ്റ് ഫ്രണ്ട്സും കൂടെ പോണ്ടിച്ചേരി ജോയിൻ ചെയ്തുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുത്ത് ദെൻ ഞാൻ എടുത്ത് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നാട്ടിലോട്ട് വന്നതിന് ശേഷം എൻ്റെ കൂടെ ആദ്യ തവണ ഈ ഫൗണ്ടേഷൻ എഴുതിയ ആൾ 2 തവണ കൂടെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അയാൾക്കിത് കിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അന്ന് ആക്ച്വലി അവൻ എന്നെ കൂടെ ഇതിലോട്ട് കൂട്ടണം എന്നല്ല ഇൻറ്റൻഷൻ. അപ്പോൾ അന്ന് അവൻ എന്നോട് ചില റിയൽ ചോദ്യങ്ങൾ ചോദിച്ചു. നിൻ്റെ ആഗ്രഹം സ്വാഭാവികമായിട്ടും ഒരു ലെക്ചർ ആവണം, പക്ഷെ നീ MCOM ഇൻ കേസ് നെറ്റും പാസ്സായാലും നിനക്ക് എത്രത്തോളം അത് അതായത് ഇപ്പോൾ ഒരു PSC ക്വാളിഫൈഡ് ആവണം, അതിൻ്റെ ഒരു സാധ്യത പെർമനൻ്റ് ആയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു 60 lakh നല്ലൊരു ഡൊണേഷൻ, എന്നാലും ഒരു പെർമനൻറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗസ്റ്റ് ലെക്ചർ, അതായത് അതിനിപ്പോൾ ഇന്നും 15 മുതൽ 30 വരെയാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇഷ്യൂ മനസ്സിലാകുന്നത്. ദെൻ നെക്സ്റ്റ് ഡേ ഞാൻ അവിടുന്ന് ക്യാൻസൽ ചെയ്ത് കാലിക്കറ്റിൽ ഞാനൊരു കോച്ചിങ്ങിന് റെഗുലർലി അറ്റൻഡ് ചെയ്ത് CA ഇൻ്ററിലോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലോട്ട് വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ ഇൻ്റർ പാസ്സാവുന്ന 3 വർഷത്തെ ആർട്ടിക്കൽഷിപ്പ് കഴിയുന്നു. ദെൻ ഫൈനൽ എഴുതുന്നു. അപ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ആ ഫൈനൽ എഴുതുമ്പോൾ ഞാൻ ഓൾറെഡി ടീച്ചിങ്ങിലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടൈം ഇഷ്യൂ കാരണം ആൻഡ് ആദ്യ അറ്റംപ്റ്റിലും രണ്ടാമത്തെ അറ്റംപ്റ്റിലും ഐ ഫെയിൽഡ്. ബട്ട് 3rd അറ്റംപ്റ്റിൽ സ്വാഭാവികമായിട്ടും നമുക്കിത് ബോത്ത് ഗ്രൂപ്പ് എടുക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടെ, നമുക്കിത് എന്തായാലും എടുക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടെ നന്നായിട്ട് പഠിച്ച് ആൻഡ് നല്ല സ്ട്രഗിളായിരുന്നു ആ ടൈമിൽ. ബട്ട്
എനിക്ക് തോന്നുന്നു ഞാൻ അന്നെടുത്ത ആ ഡിസിഷൻ ഉണ്ടല്ലോ അവിടെ ക്യാൻസൽ ചെയ്തും ഐ തിങ്ക് ദാറ്റ് വാസ് എ ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ്. സോ ഞാൻ ഇപ്പോഴും പഠിച്ചവനോട് എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഒരു ടേണിങ് തന്നുകൊണ്ട്. സോ ദാറ്റ് വാസ് മൈ എൻട്രി ആൻഡ് മൂവിങ് ഇൻ ദിസ് ജേർണി. ഓക്കെ. ഇതില് എനിക്കൊരു നിങ്ങളുടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള അനുഭവമാണ് എനിക്കുള്ളത്. അവിടെ നിൽക്കട്ടെ, എപ്പോഴേലൊക്കെ ഷെയർ ചെയ്യപ്പെടാം. ഓക്കെ, പുതുതായിട്ട് കുട്ടികൾ വരികയാണ്. +1 മുതലേ ആഗ്രഹിക്കുന്ന കുട്ടികൾ വരുന്ന സമയം വന്നു. അതുപോലെ തന്നെ അതായത് 10 എന്നുള്ള എലിജിബിലിറ്റി അവിടെ മുതൽ കുട്ടികൾ ഇപ്പോൾ CA ഡ്രീം ചെയ്യുന്നു. +2 കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് കുട്ടികൾ വരുന്നു, ഡിഗ്രി കഴിഞ്ഞിട്ടും വരുന്നു. എന്താണ് ഈ ഒരു കോഴ്സിനെ തിരഞ്ഞെടുക്കുന്ന കുട്ടികളോട് ആസ് എ ഫാക്കൽറ്റി ഒരു 6 വർഷത്തെ താങ്കളുടെ ഒരു അനുഭവത്തിന് എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്തുകൊണ്ട് ഇതിനെ തിരഞ്ഞെടുക്കണം, എന്താണ് അവരോട് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി പറയാറ്, ആഫ്റ്റർ കരിയർ അതിന് എടുക്കുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ദിസ് വാസ് ഒന്നെങ്കിൽ അയാൾക്ക് ഈ കരിയർ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മറ്റൊരു കരിയർ ഇല്ലാതിരിക്കണം. ഇങ്ങനെയുള്ള 2 കാൻഡിഡേറ്റ്സിനും ഇതിലോട്ട് വരാം. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം പറയാൻ കാരണം ചിലർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എനിക്ക് മറ്റൊരു ഇഷ്ടം ഇല്ല എങ്കിൽ ഇത് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് മ്യൂസിക് പാഷനാണ്, അതിൽ പ്രൊഫഷനാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ യു നെവർ കം ഹിയർ. കാരണം ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മനസ്സിൽ ഒരാളെ വെച്ചിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് പോലെ ആയിരിക്കും അത്. അപ്പോൾ സ്ട്രൈറ്റ്ലി മറ്റൊരു ഇഷ്ടമുണ്ട്, അത് പ്രൊഫഷണലി ഇൻകം സോഴ്സ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു നെവർ സെലക്ട്. അതർവൈസ് യു ക്യാൻ ടേക്ക് ഇറ്റ്, സ്ട്രോങ്ലി യു ക്യാൻ ടേക്ക് ഇറ്റ്സ് എ ബെസ്റ്റ് ഗ്രൗണ്ട്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, സ്വാഭാവികമായിട്ടും ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മിനിമം കമ്മിറ്റ്മെൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ കൊടുക്കാൻ ഇമോഷണലി ഡിസിപ്ലിൻഡ് ആയിട്ട് അത് കൊടുക്കാൻ കൺസിസ്റ്റൻ്റ്ലി റെഡി ആവണം എന്നുള്ളതാണ്. ആൻഡ് അപ്പം നമ്മൾ ഈ കുട്ടികൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റു കുട്ടികളൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മേ ബി നമ്മളിപ്പോൾ ലോയും അക്കൗണ്ട്സൊക്കെ പഠിക്കുകയായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കേണ്ടത് ലൈഫിൽ പഠിച്ചോ അടുത്തൊരു 40 വർഷം തരികയാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. they are investing their time, not expensing their time. അക്കൗണ്ട്സിൽ എക്സ്പെൻസിന് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ബെനിഫിറ്റ് ആണല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റിന് അപ്പോൾ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും കമ്മിങ് ഇയേഴ്സിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. സോ ആ ഒരു വിഷനോട് കൂടെയാണ് നിങ്ങളിതിൽ റൺ ആവേണ്ടത്. ആൻഡ് അറ്റ് ദ എൻഡ് ലാസ്റ്റിൽ പറയാനുള്ളത്, എസ്പെഷ്യലി ഇതിൻ്റെയൊക്കെ ഫൈനലൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സം സ്ട്രഗിൾ യു മസ്റ്റ് എക്സ്പെക്ട്. അപ്പോഴൊക്കെ സംടൈംസ് നിങ്ങൾ ഫെയിൽ ആവും. ഞാനിപ്പോൾ എൻ്റെ കേസിലൊക്കെ പറഞ്ഞു, ഫെയിൽ ആകുമ്പോഴും എന്ത് സെറ്റ് ബാക്സ് വരികയാണെങ്കിലും യു നെവർ ലോ ഓഫ് യുവർ സെൽഫ്, യു കീപ്പ് എ സ്ട്രോങ് മെൻറ്റാലിറ്റി. എന്നെ വിശ്വാസം എന്നിൽ എനിക്കല്ലാത്ത പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് മാത്രമേ ഡൗട്ട് ഇല്ലാതിരുന്നുള്ളൂ. അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യണം. യു നെവർ ലോ ഓഫ്. വൺസ് നമ്മളെ തന്നെ ലോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ യു ഓൾറെഡി ഫെയിൽഡ്, യു ഹാവ് നോ മോർ ഫ്യൂച്ചർ. സോ ഇത് സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇതാണ് പേഴ്സണലി സ്റ്റുഡൻസിനോട് മറ്റാരും പറയാത്ത പോയിന്റ്സ് പറയണം എന്നുള്ളത് കൊണ്ട് തന്നെ ദിസ് ഇസ് വാട്ട് ഐ ഹാവ്. ആൻഡ് വൺ മോർ പോയിന്റ്, ഇമോഷണലി ഡിസിപ്ലിൻഡ് ആവണം. എസ്പെഷ്യലി ഒരു 18 to 23 ഒരുപാട് ഇമോഷണൽ ഇംബാലൻസുകൾ ഉണ്ടാവുന്നതാണ്, പറയേണ്ട കാര്യമില്ല. ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താണോ തോന്നുന്നത് ദിസ് ഇസ് മൈ ഇംബാലൻസ്, അതിനെ കൃത്യമായിട്ട് അൾട്ടിമേറ്റ് കോർ ഡ്രീമിലോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു 4-5 വർഷം ഫോക്കസ് ചെയ്യാം, ഒരു 3 to 5 വർഷം ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ്. സോ എസ്പെഷ്യലി നമ്മൾ പറയാറുണ്ട്, whoever focusing on to their ultimate goal during this emotional distraction, they have got success. That's it. Okay. See, sir, ഇതിൽ നമ്മളെ കുട്ടികൾ സാർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഇത് ഡീപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചിന്തകൾ. ഇതിൻ്റെ ഒരു 10 വർഷം മുമ്പത്തെ CA വിദ്യാർത്ഥികൾ ജസ്റ്റ് അവർ ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ബാലൻസിങ്ങും കമ്മിറ്റ്മെൻറ്റിനും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുറേയും കൂടെ മാറ്റം അതിൽ വന്നിട്ടുണ്ടല്ലേ. കുട്ടികളുടെ അടുത്ത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും കൂടെ കാണുന്നുണ്ട്. ആസ് എ ഫാക്കൽറ്റി സാറിൻ്റെ ക്ലാസ് റൂമുകളിൽ എങ്ങനെ അത് ഫേസ് ചെയ്യാറുണ്ടോ ആ ഒരു ചേഞ്ചസ് എന്നുള്ളത്? ഇപ്പോൾ കുറേയും കൂടെ സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ സ്വാഭാവികമായിട്ടും വൺസ് ഇൻറ്റൻഷൻ സ്ട്രോങ് ആയിട്ട് എൻട്രി നടത്തുന്ന ഒരു കുട്ടിയാണെങ്കിൽ ദേ വിൽ ബി സ്ട്രോങ് കാരണം അവർക്കറിയാം ദേ ആർ ആക്സെപ്റ്റിംഗ് ദാറ്റ് സ്ട്രഗിൾ. അവരൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ നടക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ടി വരില്ല. ദേ ആർ ഡിസിപ്ലിൻ, അവർക്കറിയാം ഇതിന് ഇത്ര എഫേർട്ട് വേണം എന്നുള്ളത്. അങ്ങനെ കാണുന്ന കുട്ടികളെ നമുക്ക് കാണുമ്പോൾ തന്നെ ക്ലാസ് റൂമിൽ പേഴ്സണലി വി ഫീൽ മോർ റെസ്പെക്ട്. കാരണം അവർ ആ ഏജിൽ പല ഡിസ്ട്രാക്ഷൻസിനെയും ബാലൻസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ പേഴ്സണലി വി ഫീൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ എൻട്രി ഇതുപോലെ മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് പാരൻസോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് തന്നെയാണ് പുതിയ കുട്ടികളിൽ എസ്പെഷ്യലി
കറക്റ്റായിട്ട് സ്ട്രോങ് ഇൻറ്റൻഷനോട് കൂടെ വരുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻഡ് ആണ്. ഓക്കെ 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 ഫൈൻ. ഇനി അതുപോലെ തന്നെ ഇത്തരം കോഴ്സുകൾ സാർ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് മിക്കവാറും രക്ഷിതാക്കളാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളത്. നമ്മുടെ രക്ഷിതാക്കളോട് എന്ത് പറയണം? ഒരു കുട്ടിയെ CA-CMA കൊണ്ടുവരുന്നതിന് മുമ്പ് എന്താണ് അവരറിയേണ്ട കാര്യങ്ങൾ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആദ്യം തന്നെ ഈ കരിയറിലോട്ട് വരുമ്പോൾ ആ എടുക്കുന്ന ഡിസിഷൻ അത് കുട്ടിയുടേതായിരിക്കണം. പാരൻസിന് റൂട്ട് കാണിച്ചു കൊടുക്കാം, ഇതൊക്കെയാണ് ഇന്നതിന് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പ്. ദേ ക്യാൻ ഷോ ദ റൂട്ട്സ്, ബട്ട് ഡിസിഷൻ അവരെടുക്കട്ടെ, കുട്ടികൾ എടുക്കട്ടെ. അങ്ങനെയാകുമ്പോൾ അവർക്ക് അതിൻ്റെ കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും പിന്നീട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ ജേർണിയിൽ സ്പെഷ്യലി കുട്ടികളാണെങ്കിലും എത്ര സ്ട്രോങ് ആണെങ്കിലും ദേ വിൽ ഫേസ് സം സെറ്റ് ബാക്സ്, മെൻ്റൽ സ്ട്രെയിൻ. അവിടെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവും. ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവരുടെ കൂടെ നിന്നൊന്ന് കൈ പിടിച്ചിട്ടൊന്ന് എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം, ഞാൻ എൻ്റെ ഫൈനലിൽ തോറ്റു എന്ന് പറഞ്ഞില്ലേ, ഇതിൽ ആദ്യ അറ്റംപ്റ്റിലൊക്കെ ഞാനും പേഴ്സണലി നമ്മൾ എഫേർട്ട് എടുക്കുന്ന ഉമ്മയൊക്കെ കാണുന്നു. ഉമ്മയും പഠിച്ച സൈലൻ്റ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഫെയിലായി. അപ്പോൾ ഉമ്മയെ ഇത് അറിയിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന എന്താ, അവർക്ക് ആകെ അവരും ആകെ ഞാൻ ആ ഫെയിലിയർ പറയുമ്പോൾ അതിനെന്താ മുത്തോ, അതിനെന്താ കുഴപ്പം, നമുക്കൊരു അറ്റംപ്റ്റ്, നിനക്കറിയില്ല ഇതിങ്ങനെ തന്നെ, നമ്മളെക്കാൾ വലിയ നോളജ് ഉള്ള ആളുകളെ. ഇതുപോലൊരു ഇമോഷണൽ സപ്പോർട്ട് ആക്ച്വലി ഇതിന് ആവശ്യമാണ്. അത് നമ്മുടെ പാരൻസിന് കൊടുക്കാൻ പറ്റണം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മേ ബി ഇപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിയേർഡ് ആവുമെങ്കിലും പാരൻസ് അവർ ജെനുവിൽ എന്തെങ്കിലും ചില ഫിനാൻഷ്യൽ വിഷമങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ആരോഗ്യകരമായിട്ട് ഈ സ്റ്റുഡൻസിനെ ഈ കുട്ടിയെ അറിയിക്കണം. എസ്പെഷ്യലി ഞാൻ ഇത് പറയാൻ കാരണം, പ്രവാസികളൊക്കെ ആയിട്ടുള്ളവർ അവരൊന്നും അവരുടെ കാര്യങ്ങൾ പറയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുട്ടിക്ക് ഒരു ഫയർ മിസ്സാവാണ്. ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മയും ഫാമിലിയും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കാരണം ജെനുവൻലി പറയട്ടെ, അതുകൊണ്ടാണ്. കാരണം നമ്മുടെ മൈൻഡിൽ ഇഫ് ഐ എം ഫെയിൽ, ഇഫ് ഐ ഗിവ് അപ്പ്, ദേ വിൽ ഓൾസോ ഗിവ് അപ്പ്. നമ്മൾ ഫെയിൽ ആവുന്ന ഒരു പക്ഷേ നമുക്ക് ടോളറേറ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇമോഷണലി ആൻഡ് എല്ലാം തരുന്ന ഒരു പാരൻസിനെ നമുക്ക് ഫെയിൽ ആക്കാം. ആ ഒരു ഫയർ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് എന്ന് എനിക്ക് പേഴ്സണലി. ഞാൻ ഇതിൽ എടുത്തൊരു കാര്യം ചോദിക്കട്ടെ, പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാടുള്ള മണ്ണാണ് നമ്മുടെ മണ്ണ്. മലബാറിൽ നിന്ന് അങ്ങനെ തന്നെയാണ് നമ്മളെ ചിലപ്പോൾ എക്യുപ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു സോഴ്സ് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും രക്ഷിതാക്കൾ എന്നുള്ള ജസ്റ്റ് ഒരു ഫണ്ട് റൈസേഴ്സും ഫണ്ട് ഗിവേഴ്സും ആണ് ചില വിദ്യാർത്ഥികൾക്ക്. അങ്ങനെ വരുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ആ രക്ഷിതാക്കളോട് എന്തായിരിക്കണം നമ്മൾ പറയേണ്ടത്? ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ പ്രവാസി ഗ്യാങ് ഇപ്പം നമ്മളെ ക്യാമ്പസിലൊക്കെ വിളിക്കുന്നത് സൗദി നമ്പർ എന്നാണ് അല്ലെങ്കിൽ UAE നമ്പർ എന്നൊക്കെയാണ്. ഇവർ വിളിച്ചിട്ട് എൻ്റെ കുട്ടിയെ ഞങ്ങൾ അവിടെ ചേർക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. എന്താ അവരോടും കൂടെ എന്തെങ്കിലും ഒന്ന്? അല്ല, ഇപ്പോൾ എസ്പെഷ്യലി പ്രവാസികളുടെ കേസിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നവർ ഈ പ്രവാസികൾ കഷ്ടപ്പെടുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന ഈ കുട്ടിയൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരോഗ്യരായിട്ട് അറിയിക്കണം. എന്നും വൈകുന്നേരം വന്നിട്ട് അത് വിഷമിക്കല്ല, അതിനൊരു വേ ഉണ്ട്. ഒപ്പം തന്നെ ചില റെസ്പോൺസിബിലിറ്റി പക്ക നിങ്ങൾ സ്റ്റുഡൻസിന് സ്പൂൺ ഫീഡിങ് ആണുണ്ടവർ ആഫ്റ്റർ 18+ ഒക്കെ ആകുമ്പോൾ ചില കാര്യങ്ങളിൽ എസ്പെഷ്യലി കരിയർ ഒക്കെ ആകുമ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ നിങ്ങൾ അവർക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം. ലെറ്റ് ദം ഫ്ലൈ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മൈന്യൂട്ട് ചിലതൊക്കെ അവർ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ടാവും. അതാണ് ഞാൻ എസ്പെഷ്യലി പറഞ്ഞത്. അത് പാരൻസ് ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ തോട്ട്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ തോട്ടാണ്. നമ്മൾ നമ്മുടെ വ്യൂസ് പറയുന്നത്. ഓക്കെ സാർ, നമ്മൾ മറ്റൊരു പെർസ്പെക്റ്റീവിലേക്കും കൂടെ പോവുകയാണ്. ഈ ഇൻഡസ്ട്രിയെ നമുക്കറിയാം, ഡെഫിനറ്റ്ലി CA-CMA ഈ ഒരു ഇൻഡസ്ട്രിയെ വളർത്തുന്നതിൽ അതല്ലെങ്കിൽ ഇതിനകത്ത് ബൂമുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നതിൽ എന്തൊക്കെ പറഞ്ഞാലും പരസ്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റോളുകളുണ്ട്, വളരെ വലിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കാഴ്ച പറയാണ്, നമ്മളൊക്കെ കോളേജ് സമയത്ത് ഈ ഒരു CA-CMA എന്ന് കാണുമ്പോൾ ഒരു ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ സംവിധാനമായിരുന്നു. നമ്മുടെ പിക്ചറൊക്കെ ചുരുങ്ങിയത്, പിന്നെ അത്ര ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അതിനെ എൻക്വയറി ചെയ്ത് വന്നു. ബട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എന്ത് റോൾ എടുക്കാനുണ്ട്? എങ്ങനെ ആയിരിക്കണം അവരുടെ ഡിസിപ്ലിൻ? സാറിൻ്റെ ഒരു വ്യൂ എന്താ? ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. കാരണം ഇതിൻ്റെ ആൻസർ ഞാൻ അറ്റ് ദ എൻഡ് ആകുമ്പോൾ ക്ലിയർലി കണക്ട് ചെയ്ത് തരാം. ഇപ്പോൾ ആക്ച്വലി സ്വാഭാവികമായിട്ടും പേഴ്സണലി ഇത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം, ഞാൻ സെൽഫ് സ്റ്റഡിയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട് കൂടെയും പഠിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട്, ആക്ച്വലി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ
ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ്. അതായത് അവരുടെ കോർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ, ഫാക്കൽറ്റീസിനെ. അപ്പോൾ ഒരു കുട്ടി അവർ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആ ടോപ്പിക്സ് കൃത്യമായി കോൺസെപ്ച്വലി പ്രാക്ടിക്കലി കൺസേൺഡ് ആയിട്ട് ഒരു ഫാക്കൽറ്റി ഡെലിവർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ പോലെയുള്ള ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റീസ് ആയിരിക്കും. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്നാൽ കുട്ടിക്ക് ആവശ്യമുള്ള എസ്പെഷ്യലി മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ, അത് എസ്പെഷ്യലി പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ICMSലൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. സ്റ്റുഡൻസ് തന്നെ റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്ററിങ് സിസ്റ്റം ബിൽഡ് ചെയ്യുക. ആൻഡ് ഇതിനപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവരെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നൊരു സംരംഭമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. പേഴ്സണലി ഇൻ മൈ തോട്ട്, ഇപ്പം എൻ്റെയൊക്കെ സീനിയേഴ്സ് ഒരു 5 വർഷം മുന്നേ ഒക്കെ മലബാറിലൊന്നും പഠിക്കാൻ ഇല്ല, ചെന്നൈയിലൊക്കെയാണ് പോവുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇൻ വൺ വേ it's a great social commitment, and I personally feel more respect. And especially അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലാകുമ്പോൾ ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ സ്റ്റുഡൻസിനെയും കൂടെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എപ്പോഴും ഒരു ലോങ് ഡ്യൂറേഷനിൽ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പേഴ്സണലി ദേ ഡിസേർവ് മോർ റെസ്പെക്ട് ഇൻ ദാറ്റ് സൈഡ്. റൈറ്റ്. ഇനി ഇതിൻ്റെ ഒരു വേറൊരു സൈഡിൽ ഇപ്പോൾ നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനം എന്നുള്ളത്, നമ്മൾ ഈ കുട്ടികൾ CA CMA ഒക്കെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി ഉള്ള സാധനം, ആ ഈ കോഴ്സിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം അറിയുന്നുണ്ട്, ടഫാണ്, ഭയങ്കര ടഫാണ് എന്നുള്ളത്. ശരിക്കും എൻ്റെ കണ്ടന്റിൻ്റെ ടഫ്നെസ് ആണോ, അല്ലെങ്കിൽ കുട്ടികളെ, നമ്മൾ കേരളത്തിലെ കുട്ടികൾ, വിശേഷ കേരളത്തിലെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു സ്വഭാവം ശീലങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണ് ഈ ഒരു കോഴ്സിനെ അത്രയും ടഫസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം സാറിൻ്റെ തോട്ടിൽ എന്തായിരിക്കും അത്? സിമ്പിളി ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടന്റ് ബേസിക് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിനെ എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാം. വി ആർ നോട്ട് ടീച്ചിങ് എനി റോക്കറ്റ് സയൻസ്. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഇപ്പോൾ എക്സാമിനാകുമ്പോൾ ഒരു 1000-1500 മാർക്കിനുള്ള സിലബസ് കൊടുക്കുകയാണ്. എന്നിട്ട് ദേ വിൽ ഒൺലി ആസ്ക് സെലക്റ്റീവ് 128 അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ്. അപ്പോൾ ഡിഫിക്കൽട്ടി ഈസ് നോട്ട് ഓൺ ദ കോണ്ടന്റ് ബട്ട് ഇൻ ദ വോളിയം. അപ്പോൾ അതൊരു ഷോർട്ട് സ്പാനിൽ തീർക്കാൻ പറ്റണം. അതിനാണ് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. മേ ബി യു ഹാവ് ബെറ്റർ ടാലൻറ്റ്, അതൊരു ആഡ് ഓൺ പോയിന്റ് ആണ്. പക്ഷേ ഇതിന് മിനിമം കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടഫ്നെസ് എന്ന് പറയുന്നത് ഈ വോളിയം മാനേജ് ചെയ്യുന്നതിലാണ് എന്നാണ് പേഴ്സണലി. സോ ഇൻ ഷോർട്ട്, ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് CA ടഫാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ് ഈസ് ടഫ്. അത് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് ടഫ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ് ഈസ് ഈസി. സോ സ്ട്രൈറ്റ്ലി പറയണമെങ്കിൽ അതാണ് പറയാനുള്ളത്. അതിലെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് അതിൽ. അത് നമുക്ക് റിസർച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് സമയങ്ങൾ ഇങ്ങനെ പരിമിതികളുണ്ട്. എന്നാലും നമുക്കൊരു എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുട്ടികൾ, ഇതിനകത്ത് ക്വാളിഫൈ ചെയ്ത് വരുന്ന കുട്ടികൾ, ഓക്കെ, അവരുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ലൈക്ക് ഇതിൻ്റെ ഒരു ചോദ്യം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിൽ ഇങ്ങനെ കറങ്ങി കിടന്നിരുന്ന ഒരു സാധനമാണ്. എല്ലാവരും CA CMA ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത് നാളെ തീരുമ്പോൾ ഇത് തീർന്നാൽ പിന്നെ പണ്ടത്തെ ബിടെക്കിനെ പോലെയൊക്കെ ആവും, ഇത് കല്ലെടുത്തെറിഞ്ഞ തലയിൽ മുഴുവൻ CA-ക്കാരാവും. എന്താ സാറിൻ്റെ ഒരു വിഷയം ഇതിൽ? ഒന്ന്, ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യൻ കരിയേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതിൽ എൻട്രിക്ക് ബൂമുള്ളൂ. എക്സിസ്റ്റിന് എല്ലാവരും പാസ്സാവുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികളാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 3 ക്വാളിറ്റി പ്ലേസായി എക്യുപ്ഡായി. അതായത് തിയററ്റിക്കൽ ക്വാളിറ്റി വേണം, പ്രാക്ടിക്കൽ ഈ വർക്ക് പഠിച്ച ക്വാളിറ്റി വേണം, പിന്നെ അത് നിങ്ങൾക്ക് മറ്റൊരാൾ വരുമ്പോൾ ജെനുവിൻലി കൺവിൻസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ് സ്കില്ലും വേണം. ഇങ്ങനെ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആക്ച്വലി ഇതിൽ നിന്ന് ഔട്ടാവുക. അങ്ങനെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ ഹയർ ചെയ്യാൻ, അതാണ് ആക്ച്വലി കമ്പനിക്ക്. പക്ഷെ ചിലയിടത്തൊക്കെ പറ്റിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ ചിലർ ഏതെങ്കിലും, ഇപ്പോൾ ജെനുവിൻലി ഇപ്പം ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതിലേതെങ്കിലും ഒരു പാർട്ട് മിസ് ചെയ്താൽ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാകുമ്പോൾ അവരെ ബാധിക്കും. ഏതെങ്കിലും ഒരു സ്കില്ല് മിസ്സാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യും. ആൻഡ് മറ്റൊരു ഇതിൻ്റെ ഒരു പ്ലസ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലാണ്. ഇതിനൊരു മിനിമം പേയ്മെൻറ്റ് സെക്യൂരിറ്റി ഉണ്ട്, എസ്പെഷ്യലി CA CMA ഒക്കെ ആണെങ്കിൽ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബിലൊക്കെ ആണെങ്കിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് വാട്ട് എവർ ദ വർക്ക് നമ്മൾ ചെയ്താൽ, ബട്ട് ഇതിനങ്ങനെയല്ല. ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിലും പല CAസിനെ നമ്മൾ കാണുകയാണെങ്കിലും അവർ ഏൺ ചെയ്യുന്നത് അതിന് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ജെന്വിൻ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതായത് ഈ ലക്ഷങ്ങൾ സാലറി ഏൺ ചെയ്യുന്നവരുണ്ട്. ഫ്രഷേഴ്സിനപ്പുറത്തേക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ, ആൻഡ് അത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, സ്പെഷ്യലി ഇപ്പോൾ പ്രാക്ടീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സർവീസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വർക്ക് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഗ്രോ ചെയ്യാം.
അപ്പോൾ സ്വാഭാവികമായിട്ടും എൻട്രി ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 സ്കില്ലും എക്വിപ്ഡ് ആയിരിക്കണം. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ കരിയേഴ്സിന് മറ്റ് കരിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ഏർണിംഗ് സൈഡിലാണെങ്കിലും റെക്കഗ്നിഷൻ സൈഡിലാണെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയായിട്ട് അത് തുടരും എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യുകയാണ്, സമയം പരിധിയാണ്. അവസാന ഒരു ചോദ്യം. ആസ് എ ഫോർ ലാസ്റ്റ് 6 years you are a faculty, how you are satisfied, how much you are satisfied? പേഴ്സണലി ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയെ, ഞാനിപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്താ വെച്ചാൽ ഐ ലവ് ടു ടേക്ക് സെഷൻസ്, ദാറ്റ്സ് വൈ ഐ എം ഹിയർ. ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ ഇത്രയും വലിയൊരു ഡ്രീമോടുകൂടെ പാരൻസും കുട്ടിയും വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ജസ്റ്റ് ബൈ ഗിവിങ് 90%. വി മസ്റ്റ് ഗിവ് 100%. അപ്പോൾ മുന്നിലിരിക്കുന്ന കുട്ടി ജയിച്ചാൽ ആ കുട്ടിക്കും കുടുംബത്തിനും അല്ല, സറൗണ്ടിങ്ങിലുള്ള റിലേറ്റീവ്സിനും സൊസൈറ്റിക്കൊക്കെ. അപ്പോൾ അവരെ മുന്നിലിരുത്തി നമുക്ക് നന്നായിട്ട് കമ്മിറ്റ്മെൻറ്റ് നടത്താതിരിക്കാൻ ഏതൊരു ഫാക്കൽറ്റിക്കും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചിങ് പേഴ്സണലി ഇത്രയും ഒരു കരിയേഴ്സിനെ, അതായത് അവരുടെ ഏറ്റവും കരിയേഴ്സിലെ ലാസ്റ്റ് പോയിന്റിൽ കണക്ട് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ പേഴ്സണലി ഫോർ മീ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. ഞാൻ ഇടപെട്ടോടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഫ്രെയിം ചെയ്തതാന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ എൻ്റെ കണ്ണിൽ ഒരു ഫൈനൽ ബാച്ച് കോട്ടക്ക് ICMS കഴിയുമ്പോൾ കാണുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. CFRൻ്റെ ക്ലാസ് കഴിഞ്ഞേക്ക് നമ്മൾ ആ വേൾഡ് കപ്പിൻ്റെ ടൈമിൽ ഒരു സെലിബ്രേഷൻ, നമ്മുടെ ക്രിസ്ത്യാനോ സെലിബ്രേഷൻ പോലെ ഒരു സെലിബ്രേഷൻ സാറിനെ കണ്ടു. ഞാൻ ആ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്യണേ, ഒരു മനുഷ്യനെടുക്കുന്ന എഫേർട്ടിൽ ഒരു ആത്മാർത്ഥമായ വർക്കിൽ എത്രമാത്രം അയാൾ പാഷനേറ്റ് ആണ് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ്, ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അതൊരു ഭയങ്കര സംതൃപ്തി തന്നെയാണ് അല്ലെ അനുഭവിക്കുന്നത്. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കേസിലാണ്, എനിക്കത് ലോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ സ്റ്റോപ്പ് ദിസ് വൺ, ഐ കംപ്ലീറ്റ്ലി ഷിഫ്റ്റിംഗ് ടു അതർ ഏരിയാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏതൊരു ടീച്ചറാണെന്നുണ്ടെങ്കിലും അയാൾ ആ കുട്ടികളോട് ചെയ്യേണ്ടത് അതാണ്. എസ്പെഷ്യലി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അത് കൃത്യമായിട്ട് അവർ ഡിസേർവ് ചെയ്യുന്ന ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റണം. ആൻഡ് അതിലൊരു ലേസിനെസ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതർ വൺ ആർ റെഡി, നിങ്ങൾ ലീവ് ചെയ്ത് കൊടുക്കും, റെഡി. ദാറ്റ്സ് ഇത് തന്നെയാണ് ഒരു ടീച്ചിങ് സെൻസിൽ നിന്ന് പറയാനുള്ളത്. ഓക്കെ, സോ നിർത്തുന്നതിന് മുന്നേ പേഴ്സണലി ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എസ്പെഷ്യലി ICMS ഞാനും എൻ്റെ തുടക്കത്തിൽ തന്നെ ICMS ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. ആൻഡ് അതിൽ അവരുമായിട്ട് ഇപ്പോൾ ഞാൻ കാണുന്ന ജെനുവിൻലി എനിക്ക് പറയാനുള്ള 1-2 പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്നോട് ഇപ്പോൾ നമ്മുടെ സൽമാൻ സാറാണ് എന്നോടൊക്കെ കൂടുതൽ കാണാം, ആൻസർ ഒക്കെ അപ്പോൾ ക്ലാസ് എടുക്കുന്ന തുടക്കം മുതൽ തന്നെ ഹവർ റെസ്ട്രിക്ഷൻസ്, ഇതിന് പറയാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ അറ്റ് ദ എൻഡിൽ പറയാം. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അക്കൗണ്ടിങ് പേപ്പേഴ്സ് ആണെങ്കിൽ ഒരു 150 hours ഒക്കെ ഇതിന് മസ്റ്റ് ആയിരിക്കും, എന്നാലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി, അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹവേഴ്സ് വെച്ചപ്പോൾ നമ്മളെ കണക്ട് ചെയ്യുന്ന ചില മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നിങ്ങൾ ഒരു ബിസിനസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 60 മണിക്കൂർ 80 മണിക്കൂറിൽ തീർക്കണം എന്ന് പറയുമ്പോൾ പേഴ്സണലി നമ്മൾ അത് എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ ഞാനിപ്പോൾ ഒരു 6 വർഷമായി അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം they are mainly focusing the right stakeholders-നെ കൃത്യമായിട്ട് ഹാപ്പി ആക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ്, ഞാൻ പലപ്പോഴും ഇവരുടെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാണ്, ചില കാര്യങ്ങൾ നമ്മൾ റൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്പേസ് ഉണ്ടാവും, നമുക്കതറിയാം ആസ് എ ഫാക്കൽറ്റി, അത് റൈറ്റായിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട്. എസ്പെഷ്യലി മേ ബി ഇവർ CMAസും അത് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളും ആയതുകൊണ്ടായിരിക്കാം ഇതിന് മുന്നിലിരിക്കുന്നത്. റൈറ്റ് ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക എന്നുള്ളത് എത്തിക്കലി വാല്യൂ ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ലോങ് ടേം മോറൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ പേഴ്സണലി, അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് പറയാതെ എനിക്ക് തോന്നുന്നില്ല, അത് അതിൻ്റെ ശരിയല്ല. ഇത് ജെനുവൻലി നമ്മൾ എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ പറയണം എന്ന് തോന്നിയ പോയിന്റ്സ് ആണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. ആ ഒരു കോംപ്ലിമെന്റ് സ്വീകരിക്കുന്നു. ഈവൻ ഈ ഒരു സിറ്റിംഗ് പോലും നമ്മൾ അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എനിത്തിങ് എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയതുണ്ടോ? എനിത്തിങ്? ഓക്കെ, പേഴ്സണലി ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ ഇതിൽ പറയാനുള്ളത്, ഇങ്ങനെ റൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്, കാരണം ഇപ്പോൾ പലയിടത്തും ഇതിൻ്റെ ഇൻഫർമേഷൻ ഓവർ സ്പ്രെഡാണ്. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെയും ഇതുപോലെ പേഴ്സണലി ഇത് പറയാൻ നിങ്ങൾ തരുന്നൊരു ഫ്രീഡം എന്ന് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. സോ പേഴ്സണലി അഗെയിൻ അപ്രീഷിയേറ്റിംഗ്. ആൻഡ് ഇതിലോട്ട് വരുന്ന ബാക്കി എല്ലാ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിലും നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിച്ചിട്ട് ട്രൈ ടു ബി ഇൻവെസ്റ്റഡ് റെഡി. സോ കൃത്യമായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി റിട്ടേൺസ് ഒക്കെ കമ്മിങ് ഇയേഴ്സിൽ വരുമെന്ന ഹോപ്പോടുകൂടെ നന്നായിട്ട് കമ്മിറ്റ്മെൻറ്റ്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ സൈഡ്. സോ താങ്ക് യു.
താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പേർട്ട് ടോക്ക് അവസാനിക്കുകയാണ്. ഇനിയും തുടർന്നും ഇത്തരം സീരീസുകൾ വരും, നമ്മളെല്ലാവരിൽ നിന്നും കേൾക്കാൻ സാധിക്കും. അഗെയിൻ സ്റ്റേ ട്യൂൺ ഹിയർ, വി വിൽ കണ്ടിന്യൂ വിത്ത് അവർ എക്സ്പേർട്ട് ടോക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.